നമ്മൾ കൊച്ചിയിലുള്ളത്. ഓഫീസിൽ പോകാൻ വേണ്ടി വന്നതാണ്. ഓഫീസിൽ പോയി വന്നു. ഇവിടെ ഹൗസ് ഓഫ് വാങ് എന്ന് പറഞ്ഞിട്ടൊരു കൊറിയൻ ഡിഷസ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ആ ഫുഡ് മൊത്തം വേസ്റ്റായി അവിടെ നിന്ന് കിടന്ന് നാണം കിടണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. കൊറിയൻ ഹോട്ട് ചീസ് കോൺ ഡോഗ് ആണ് ഓർഡർ ചെയ്തത് അല്ലേ? ചീസ് കോൺ ഡോഗ്. രണ്ടെണ്ണം ഉണ്ട്. അയ്യോ, ഞാനിത് ഒന്ന് കിട്ടുമെന്ന് വിചാരിച്ചേ. അമ്മേ, പല്ല് വായ പൊള്ളു. മധുരവും ഉള്ള ഒരു ടേസ്റ്റ്. ഞാൻ സ്പൈസി വിചാരിച്ചു, പക്ഷെ സ്പൈസി അല്ല. കുഴപ്പമില്ല. ഉള്ളിൽ നിറയെ ചീസാ. ഉള്ളുണ്ടോ ചീസ്? അങ്ങനെ ഞങ്ങൾ കളമശ്ശേരിയിൽ നിന്ന് നേരെ പരവൂർ റൂട്ട് പിടിച്ചു. അപ്പോൾ അവിടെ നല്ലൊരു ഹോട്ടൽ തപ്പി വിശന്ന് കരിഞ്ഞ് ഞങ്ങൾ എത്തിയത് ഈ പലാരൻ റെസ്റ്റോറൻറ്റിലാണ്. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് കയറിയതെങ്കിലും പ്രതീക്ഷ കംപ്ലീറ്റ് തെറ്റിച്ചു. അടിപൊളി ഫുഡ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസ്. ഇപ്പം സമയം 12:30. സ്പോട്ട് ഏതാണെന്നറിയോ? വയനാട് ലക്കിടി. ഈ ഒരു ക്ലൈമറ്റ് കണ്ടു കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ ഇത് ഉച്ചക്ക് 12:30 ഒരു ഏർലി മോർണിംഗ് ഫീലില്ലേ? എന്താ ഒരു തണുപ്പ് എന്നറിയോ? നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ ഓലൻ റെസ്റ്റോറൻറ്റിലാണ്. ഈ നാടൻ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീസറില്ല, എല്ലാം ഫ്രഷാണ്. ഇവിടെ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കൂ, ബാക്കി കളയേണ്ട പാകത്തിൽ ഫുഡ് ഉണ്ടാക്കാറില്ല. എല്ലാം പിറ്റേന്ന് ഫ്രഷായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഇവിടെ സദ്യ കഴിക്കാൻ വേണ്ടി വന്നേക്കാം. ഇവർക്ക് ഒരുപാട് ബ്രാഞ്ച് ഉണ്ട്. തൃശ്ശൂരുണ്ട്, മംഗലാപുരമുണ്ട്, വരുന്നേ ഉള്ളൂ. അവിടെയൊക്കെ ബ്രാഞ്ചസ് വരിക. തൃശ്ശൂർ, മംഗലാപുരം, ദുബായ്, US, ലണ്ടൻ, ഇതൊക്കെ ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഒരു ദിവസം ഞങ്ങൾ ഇവഴി പാസ് ചെയ്യുമ്പോൾ കട കണ്ടിട്ട്, കടയുടെ ഒരു ഭംഗി കണ്ടിട്ട് കയറിയതാണ്. അപ്പം അന്ന് കഴിച്ചത് പിടിയും കോഴിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് ഞങ്ങൾ ഇവിടുത്തെ ഷെഫിനെ പരിചയപ്പെടുന്നത്. ഷിബിൻ ഷെഫ്, നല്ലൊരു മനുഷ്യനാണ്. അതിനുശേഷം 3-4 തവണ കണ്ടു. പിന്നെ ഇവിടെ അവരുടെ ഫ്രണ്ട്സ് ദുബായിൽ നിന്നൊക്കെ വേറെ ഷെഫൊക്കെ വന്ന് ഇവിടെ വന്ന് പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കണ്ടു. അപ്പോൾ ഇപ്പോൾ ആളിവിടെ ഇല്ല. നമ്മളിന്ന് സദ്യ കഴിക്കാം. കുറച്ച് മതി. ഞാൻ എന്തിനാ സദ്യ ഓർഡർ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇതിലെ മുക്കാഭാഗം സാധനവും ഞാൻ തിന്നില്ല. എന്നിട്ട് ഞാൻ സദ്യ ഓർഡർ ചെയ്തു. 3-4 ദിവസം കൊച്ചി പോയിട്ട് ഫുൾ നോൺ വെജ് കഴിച്ചതിൻ്റെ പേരിൽ സദ്യ. അതെ, ഞാൻ മോര് കഴിക്കില്ല.
അപ്പോൾ എല്ലാം വന്നെന്ന് തോന്നുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരമില്ല, പിന്നെ വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓലൻ്റെ മുതലാളി, മലയാളിൻ്റെ ഷെഫാണ്. പിന്നെ പറയാം എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഇതൊക്കെ അടിപൊളി, തൊട്ട് അടിപൊളിയല്ലേ? ഇല കണ്ടറിയില്ല. അതാണ് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം, മനസ്സും വയറും നിറക്കുക. പിന്നെ നമ്മുടെ 2-3 പ്രോജക്റ്റ് പുതിയ വരുന്നുണ്ട്. അടുത്തത് മംഗലാപുരമാണ്. മംഗലാപുരം ഓപ്പൺ ആയോ? ഇല്ല, ഏകദേശം 2 മാസം കൊണ്ട് ഓപ്പൺ ആവും. പിന്നെ സെൻട്രലല്ലല്ലോ, മറ്റോടത്തല്ലേ? അല്ല, സെൻട്രൽ സെൻട്രലാണ് സംഭവം. പിന്നെ നമുക്ക് വരാൻ പോകുന്നത് ദുബായിലും ഏകദേശം 2 മാസം കൊണ്ട് ഓപ്പൺ ആവും. ദുബായിൽ കറക്റ്റ് എവിടെയാണ്? അൽനാദയിൽ ദുബായ് ഷാർജ ബോർഡറിൽ. പിന്നെ USA ഷിക്കാഗോ. നിലവിൽ നമുക്ക് ഓപ്പൺ 2ആണുള്ളത്, വയനാടും തൃശ്ശൂർ. തൃശ്ശൂർ മറ്റേ സർക്കിളിലാണ്, അവിടെ ഞാൻ പോയിട്ടില്ല. വയനാട് തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൻ്റെ നേരെ ഓപ്പൺ. മെയിൻ സിറ്റി തന്നെ, അത് അമ്പലത്തിൻ്റെ ഒക്കെ അടുത്തായിട്ട്. ഇവിടെയല്ല, എറണാകുളം നമ്മൾ പോയപ്പോൾ അതിലല്ലല്ലോ പോയെന്ന്. പറവൂര മറ്റേ വഴി അപ്പുറത്താണ്. ഇത് സിറ്റി തന്നെ, എറണാകുളം സിറ്റി തന്നെ. എറണാകുളത്തേക്ക് അവിടെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന് നേരെ ഓപ്പോസിറ്റ്. വേറെ ഭക്ഷണമൊക്കെ എന്താ പറയുക, കഴിച്ച് സന്തോഷത്തിലുള്ളത്. അതാണ് നമുക്ക് വേണ്ടത്. മനസ്സും വന്നപ്പോൾ ഇങ്ങനെ നോക്കിയായിരുന്നു അവിടെ ഉണ്ടോ. അല്ല, ഞാൻ